വയനാട്ടിൽ സിപ്പ് ലൈൻ അപകടം എന്ന പേരിൽ വ്യാജ വീഡിയോ നിർമ്മിച്ചയാളെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലപ്പുഴ തിരുവമ്പാടി സ്വദേശി അഷ്കർ അലിയാണ് പിടിയിലായത്. വയനാട് സൈബർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കമൽ വിവരങ്ങൾ അയച്ചിട്ടുണ്ട്. കമൽ, ഈ ദൃശ്യം ആദ്യം വന്നപ്പോൾ തന്നെ ഇത് വ്യാജമാണ് എന്ന തരത്തിലുള്ള സ്ഥിരീകരണം ഉണ്ടായതാണ്. പക്ഷേ ഇങ്ങനെ ഒരു വലിയ അപകടം അവിടെ സംഭവിച്ചെന്ന ആശങ്ക ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വ്യാജമാണ് എന്ന കാര്യം വ്യക്തമായത്. ഇയാൾ ഈ വീഡിയോ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ പോലീസിനോട് പറയുന്നുണ്ട്? എന്തിന് ഇങ്ങനെ ഒരു വ്യാജ വീഡിയോ നിർമ്മിച്ചു എന്ന കാര്യത്തിൽ ഇയാളുടെ പ്രതികരണമുണ്ടോ പോലീസിനോട്? രതീഷ്, അത്തരം വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. പക്ഷേ പോലീസ് പ്രാഥമികമായി നൽകുന്ന വിവരമനുസരിച്ച് ആലപ്പുഴയിൽ ഇയാൾ 4 കേസുകളിൽ പ്രതിയാണ്. ഇപ്പോൾ ഈ വ്യാജ വീഡിയോ നിർമ്മിച്ച കേസിലാണ് വയനാട് സൈബർ പോലീസ് ഇൻസ്പെക്ടർ ഷജു ജോസഫും സംഘവും ഇയാളെ ആലപ്പുഴയിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. രതീഷ് പറഞ്ഞതുപോലെ ഈ വീഡിയോ ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ നമ്മൾ ഉൾപ്പെടെ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഇങ്ങനെ ഒരു അപകടം നടന്നോ എന്ന് ആദ്യം ടൂറിസം മേഖലയിലുള്ളവരോടും പോലീസിനോടും ഒക്കെ ചോദിച്ചു. ഉടൻ തന്നെ പോലീസ് ഒരു റീൽസൊക്കെ നിർമ്മിച്ച് ഇത് വ്യാജ വീഡിയോ ആണ്, ഇത്തരം വീഡിയോകളെ സൂക്ഷിക്കണം എന്നൊക്കെ ഒരു റീൽസ് തന്നെ വയനാട് പോലീസ് നിർമ്മിച്ച സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇതിലെ പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം ശക്തമാക്കിയത്. ഒരു കുഞ്ഞിനെയും എടുത്ത ഒരു അമ്മ സിപ്പ് ലൈനിൽ കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഓപ്പറേറ്റർ പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. അത്തരത്തിലൊരു വീഡിയോ ആണ് ഇയാൾ നിർമ്മിച്ചത്. ടൂറിസം മേഖലയിലുള്ളവർ അന്ന് തന്നെ നമ്മളോട് പറഞ്ഞത് ഒരിക്കലും ഒരു കുഞ്ഞിനെയും എടുത്ത് ഇത്തരം ഒരു സിപ്പ് ലൈനിൽ കയറാൻ ഒരു ഓപ്പറേറ്ററും സമ്മതിക്കില്ല, ഒരു ഒറ്റ കാഴ്ചയിൽ അത് വ്യാജമാണ് എന്ന് ടൂറിസം മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അന്ന് തന്നെ പറഞ്ഞിരുന്നു. പിന്നാലെ പോലീസും വിശദീകരണവുമായി എത്തി. എന്തായാലും ഇപ്പോൾ പ്രതിയെ പിടിച്ചിരിക്കുന്നു. എന്തായിരുന്നു ഇയാളുടെ ഉദ്ദേശം, അല്ലെങ്കിൽ എന്തിനാണ് ഇയാൾ ഇങ്ങനെ ഒരു വീഡിയോ നിർമ്മിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ ഇനിയും അത് സംബന്ധിച്ച വിവരങ്ങൾ ഇനിയും പോലീസിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഇതിന്റെ ഗൗരവം മനസ്സിലാകാതെ ചെയ്തതായിരിക്കാം. എന്തായാലും ഗൗരവമുള്ള ഒരു വ്യാജ പ്രചാരണമായി അത് മാറിയതിന് പിന്നാലെയാണ് ഫേക്ക് വീഡിയോ ആണ്, ഫേക്ക് അലർട്ട് എന്ന നിലയിൽ തന്നെ പോലീസ് ഔദ്യോഗികമായി കൈകാര്യം ചെയ്തത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. കമലാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്.